ഭക്ഷ്യവിഷബാധ ജീവഹാനിക്ക് വരെ കാരണമാകാവുന്ന ഒരു അസുഖം തന്നെയാണ് ഭക്ഷ്യവിഷബാധ. അതുകൊണ്ട് തന്നെ വൃത്തിയുള്ള സാഹചര്യത്തിൽ വൃത്തിയായി പാകം ചെയ്യുന്ന ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. കൈ നന്നായി കഴുകിയതിന് ശേഷം മാത്രം ഭക്ഷണങ്ങൾ പാകം ചെയ്യാൻ ശ്രദ്ധിക്കുക. പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങൾ മാക്സിമം കുറയ്ക്കുക. വീട്ടിൽ വൃത്തിയുള്ള സാഹചര്യത്തിൽ കുക്ക് ചെയ്ത ഭക്ഷണത്തിലോട്ട് മാക്സിമം മാറാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പാല്, മുട്ട, കോഴി ഇറച്ചി എന്നിവയെല്ലാം 70 ഡിഗ്രിയിൽ കൂടുതൽ ഉള്ള ചൂടിൽ പാകം ചെയ്ത് എല്ലാ വശങ്ങളും പ്രോപ്പറായിട്ട് കുക്കായി എന്നതിന് ശേഷം മാത്രം ഭക്ഷണങ്ങൾ കഴിക്കുക. തണുത്ത ഭക്ഷണങ്ങൾ മാക്സിമം കഴിക്കാതിരിക്കുക. ഭക്ഷണങ്ങൾ മൂടി വെച്ച് സൂക്ഷിക്കുക, തുറന്ന് വെക്കരുത്. അതുപോലെ തന്നെ ചൂടുള്ള പദാർത്ഥങ്ങൾ അതുപോലെ ഫ്രിഡ്ജിലോട്ട് വയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. രാസപദാർത്ഥങ്ങൾ മാക്സിമം ഫുഡിൽ നിന്നും ഒഴിവാക്കുക. വീട്ടിലുണ്ടാക്കിയ പഴങ്ങളും പച്ചക്കറികളും ധാരാളം കഴിക്കാൻ ശ്രദ്ധിക്കുക. പഴങ്ങളും പച്ചക്കറികളും ഇലക്കറികളും ആയാലും നന്നായിട്ട് കഴുകിയ ശേഷം മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. വയറിളക്കം, ഛർദി, വയറുവേദന എന്നിവയാണ് ഫുഡ് പോയ്സണിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. കണ്ടാൽ വൈദ്യസഹായം തേടാൻ മടിക്കരുത്.